السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا وأنت وسيلتنا يا رسول الله. ഏറ്റവും ബഹുമാനാദരവുള്ള സാദാത്തുകൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് നമ്മിൽ നിന്ന് പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. എരുമാട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെയും സയ്യിദുനാ ഹസനു സഖാഫിൽ ഹദ്റമി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മഹാന്മാരുടെ ഉറൂസ് എല്ലാ വർഷത്തിലും നടത്തി വരുന്നത് പോലെ തന്നെ അൽഹംദുലില്ലാഹ് ഈ വർഷവും വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കൊരു പക്ഷം ജനപങ്കാളിത്തം അല്ലെ ജനങ്ങളുടെ ആ വലിയൊരു കൂട്ടായ്മ ഇവിടെ കാണാൻ പറ്റാത്തതിന് സങ്കടവും ആശങ്കയും ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെയും നിയമപാലകരുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഉറൂസ് കഴിഞ്ഞ 26-ാം തീയതിക്ക് തുടങ്ങിയിട്ടുള്ളത്. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ നിയമപാലകരുടെ നിയമത്തിനോ രാജ്യത്തിന്റെ നിയമത്തിനോ ഒരു പോരലും ഏൽപ്പിക്കാതെ ഈ മഹാമാരി എന്ന കോവിഡ് എന്ന കൊറോണ എന്ന ഈ മഹാമാരിയുടെ പേരിൽ ലോകം ഒന്നടങ്കം വളരെ വിഷമത്തിലും ദുഃഖത്തിലും ആയിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂഫി ഷഹീദ് തങ്ങളുടെ കറാമത്തിനോളം പറയട്ടെ, നമുക്ക് ഈ ഒരു സാഹചര്യം അൽഹംദുലില്ലാഹ് മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടാനും നമ്മുടെ ഉറൂസിനോടനുബന്ധിച്ചുള്ള ഒരു പരിപാടികൾക്കും യാതൊരു തടസ്സമില്ലാതെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചറബിക്ക് എത്രമാത്രം ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് നിയമങ്ങൾ പാലിച്ച് മാസ്കുകൾ ധരിച്ച് ഇവിടെ കോവിഡിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉറൂസ് ഇതുവരെ പരിപാടികൾ നടന്നിട്ടുള്ളത്. ധാരാളം പ്രഗത്ഭരായ സാദാത്തുക്കള്, ഉലമാക്കള്, ഉമറാക്കള് നമ്മുടെ ഈ മഹത്തായ ഉറൂസിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസം ഈ മഹത്തായ സമ്മേളനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടതും ഇവിടെ അധ്യക്ഷം വഹിക്കേണ്ടതും ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തേണ്ടതും ഈ നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യ രാജ്യത്തിന്റെയും അകത്തും പുറത്തുമുള്ള മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വമായിരുന്ന മഹത്തുക്കളായ സാദാത്തുക്കള്, ഉലമാക്കളായിരുന്നു. ബഹുമാനപ്പെട്ട സുന്നി ജംഇയ്യത്ത് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദായിരുന്നു ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത്. ഉസ്താദിന്റെ അത്യാവശ്യമായ ചില കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെടാതിരുന്നത്. അല്ലാതെ കോവിഡ് എന്ന മഹാമാരിയുടെ തടസ്സത്തിന്റെ പേരിലല്ല, നിയമങ്ങളിൽ പാലിച്ച് ഇവിടെ വരാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ അത്യാവശ്യ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടത്തേക്ക് എത്താഞ്ഞത്. ഇവിടത്തേക്ക് ഇവിടെ ഒരുമിച്ചുകൂടി തടിച്ചുകൂടി മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ എരുമാടി നിവാസികൾക്കും പ്രത്യേകമായ ആശംസകൾ സുൽത്താൻ ഉലമ നൽകിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ സമയത്തും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കുമ്പോല് തറവാട്ടിലെ കാരണവർ, ബഹുമാനപ്പെട്ട പാപ്പ, അവരും സംബന്ധിക്കേണ്ടതായിരുന്നു. അവിടെ നിന്നും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ മഹാന്മാരൊക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സമയത്ത് ഇൻഷാ അല്ലാഹ് കുമ്പോല് തങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു, ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സമയത്ത് ഞങ്ങൾ എത്തിപ്പെടാൻ പ്രത്യേകിച്ച് ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതൃത്വം മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവൻ നേതൃത്വത്തിനും സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും 1000 ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജനലക്ഷങ്ങളാണ് ഇന്ന് ഈ മഹത്തായ വേദിയിൽ ഇന്നത്തെ അന്നദാനത്തിന് തബറക്കിന് വേണ്ടി വരേണ്ടത്. നമ്മുടെ കർണാടകത്തിന്റെ ഓരോ അതിർത്തികളിലും, കേരളത്തിലെ മലബാറിൽ നിന്നും മങ്ങയിലേക്ക് കർണാടക മറ്റു ജില്ലകളിൽ നിന്നും ഈ മഹത്തായ ഉറൂസിന് ഇന്നത്തെ ഈ പരിപാടിക്ക് വരേണ്ട ആയിരങ്ങളുണ്ട്. പക്ഷേ അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു തടസ്സങ്ങൾ നമുക്കറിയാം. കോവിഡ് എന്ന മഹാമാരിയുടെ പേരിൽ എത്തിപ്പെടാത്ത കാരണം കൊണ്ട് വളരെ വിഷമത്തോടെ ദുഃഖത്തോടെ നമ്മുടെ പരിപാടികൾ ഓൺലൈനിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം മഹാന്മാരുടെ ദർബാറിൽ വന്ന് സംബന്ധിച്ചതുപോലെ തന്നെ അവർക്ക് ഇതിന്റെ പ്രതിഫലങ്ങൾ നീ നൽകണം അല്ലാഹ്. ഉറൂസിന്റെ പരിപാടിയുടെ തുടക്കത്തിൽ അതുപോലെ ഇതിന്റെ ഒരുക്കത്തിനും ഇതിന്റെ എല്ലാ നിരക്കുള്ള
നാട്ടിലേക്കുള്ള വിജയത്തിനും അധ്വാനിച്ച ഈ നാട്ടിലെ കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, ഈ നാട്ടിൽ ചെറുതു വലുത് മുഴുവൻ ആളുകളും പരിസരവാസികൾ ഈ ഉറൂസിന്റെ വിജയത്തിന് ഇതിന്റെ എല്ലാ നിരക്കുള്ള നിയന്ത്രണത്തിന് ആരല്ല എവിടെയെന്നില്ല വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ശരീരം കൊണ്ട് അധ്വാനിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ? അല്ലാഹ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. മഹാന്മാരുടെ മധുരം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്ത്യയുടെ സുൽത്താൻ, അതേ സുൽത്താൻ ഹിന്ദ് ഖാജാ മഈനുദ്ദീൻ അൽ ജിഷ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനെന്ന് ആരാണ് ആ നാമധേയം പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഈ പ്രപഞ്ചത്തെ ശ്രദ്ധിക്കാൻ കാരണക്കാരായ റഹ്മത്തുൽ ലിൽ ആലമീൻ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അന്ത സുൽത്താനുൽ ഹിന്ദ്, അങ്ങ് ഇന്ത്യയുടെ രാജാവാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാജാ തങ്ങളെ പറഞ്ഞ് ഈ നമ്മുടെ രാജ്യത്തേക്ക് ഇന്ത്യയുടെ രാജസ്ഥാനിലെ അജ്മീർ എന്ന പ്രദേശത്ത് പോയിട്ട് ഇസ്ലാമിക പ്രബോധനം, ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് മതസൗഹാർദ്ദത്തോടെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം. ഇന്ത്യ രാജ്യം ഒരു പൂന്തോട്ടം പോലെയാണ്, പൂന്തോട്ടം പോലെയാണ്. ഒരുപാട് വർണ്ണങ്ങളിലുള്ള കളറുകളുള്ള പുഷ്പങ്ങളുള്ള തോട്ടമാണ്. അതുപോലെ ഇന്ത്യ രാജ്യത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവരും ബുദ്ധരും മറ്റുള്ള ഒരുപാട് മതസ്ഥർ, ഒരുപാട് മത വിശ്വാസികള്, ഭാഷകള്, ഒരുപാട് വർഗങ്ങളുള്ള വലിയൊരു ദേശമാണ് നമ്മുടെ പവിത്രമായ ഇന്ത്യ രാജ്യം. ഈ രാജ്യത്തില് വളരെ സൗഹാർദ്ദത്തോടെ, വളരെ സമാധാനത്തോടുകൂടെ ജീവിക്കണമെന്ന സന്ദേശം പഠിപ്പിക്കാനാണ് ഇന്ത്യയുടെ സുൽത്താൻ ഹിന്ദ് ഖാജാ തങ്ങൾ അജ്മീർ ദേശത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ സമയത്ത് വരുന്ന സമയത്ത് 40ഓളം മുരീദുമാരുമായി ഇന്ത്യയുടെ രാജസ്ഥാനിലെ അജ്മീരിലേക്ക് എത്തിയപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദങ്ങൾക്ക് മുഴുവൻ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഖാജാ തങ്ങളും അവിടുത്തെ മുരീദുമാരും വന്ന് അജ്മീരിൽ ആ ഒരു കുളത്തിന്റെ തീരത്തിങ്ങനെ അല്ലാഹുവിലേക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട്, അല്ലാഹുവിലേക്ക് ദിക്റ് ചൊല്ലിക്കൊണ്ട് അതേ സമാധാനപരമായി കഴിഞ്ഞുകൂടുന്ന സമയത്ത് അന്നേത്തെ അജ്മീരിലെ അവിടുത്തെ അന്നേത്തെ രാജാവ്, വൃത്തിരാജൻ എന്ന് പറഞ്ഞ ഭരണാധികാരി അതേ ഖാജാ തങ്ങളെയും വന്ന 40 പേരെയും ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണമെന്ന രീതിയിൽ പട്ടാളത്തിറക്കി വിട്ടു. അങ്ങനെ പട്ടാളക്കാർ, വൃത്തിരാജന്റെ പട്ടാളക്കാർ വാളും ആയുധവും അതേ മറ്റും തോക്കുമായി വന്ന 40ഓളം വരുന്ന വള്ളവസ്ത്രധാരികളായ കയ്യിൽ തസ്ബീഹിന്റെ മാലയുള്ള അല്ലാഹുവിലേക്ക് ദിക്റ് ചൊല്ലുന്ന, ഇവിടെ സമാധാനം പഠിപ്പിക്കുന്ന ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവർ വേർതിരിവില്ലാതെ ഐക്യത്തോടെ, സൗഹാർദ്ദത്തോടെ, സാഹോദര്യത്തോടെ ജീവിക്കണമെന്ന സന്ദേശം പഠിപ്പിക്കാൻ വന്ന ഖാജാ തങ്ങളെയും അനുയായികൾ നേരിടാൻ വേണ്ടി പൃഥ്വിരാജന്റെ പട്ടാളം വന്നപ്പോ അതാ ഈ നിൽക്കുന്ന 40 പേര് അതേ ഖാജാ തങ്ങളെ മുരീദുമാർ, അവര് നിരായുധരാണ്. അവർക്ക് ആയുധമില്ല, അവർക്ക് പരിചയമില്ല, അവർക്ക് വാളില്ല, തോക്കില്ല. നിരായുധരായ അല്ലാഹ് എന്ന മഹത്തായ മുദ്രാവാക്യം, സമാധാനത്തിന്റെ വാക്യങ്ങൾ മുഴക്കിക്കൊണ്ടവാ അജ്മീരിന്റെ ആ തടാകത്തിന്റെ തീരത്തിരിക്കുന്ന ഖാജാ തങ്ങളും അനുയായികളെയും കണ്ടപ്പോ ആയുധമായി വന്നിരുന്ന പട്ടാളം എന്തിന് ഈ പാവപ്പെട്ട ജനങ്ങളെ, അക്രമകാരികളല്ലാത്ത ഇവിടെ സമാധാനം മാത്രം പറയുന്ന, സമാധാനത്തിലേക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുന്ന ഇവരെ എന്തിനു വേണ്ടി ആക്രമിക്കണം? പറ്റൂല. നിരായുധത്തോട് വന്ന പട്ടാളം അവിടെ ആയുധം താത്തി വെച്ചിട്ട് നിങ്ങളും തിന്നു വേണ്ടി വന്നു. അപ്പോഴാണ് ഖാജാ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടത്തേക്ക് വന്നത് ഇന്ത്യ രാജ്യത്തിൽ സമാധാനത്തോടെ എല്ലാ മതസ്ഥരും കഴിയണം, സമാധാനത്തിന്റെ സന്ദേശമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. വർഗീയത ഉണ്ടാക്കാനല്ല, വിദ്വേഷമുണ്ടാക്കാനല്ല, സമാധാനം തകർക്കാനുള്ള സന്ദേശമായിട്ടല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്നത് ഏകനായ അല്ലാഹ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ ആരാധിക്കാനാണ് ഞങ്ങൾ
നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് അജ്മീർ തങ്ങള് ഖാജാ തങ്ങള് ആ സന്ദേശം പറഞ്ഞപ്പോ അവരെ മനസ്സിന് പരിവർത്തനം വന്നുപോയി. ഞാൻ ഈ വിഷയം ഇവിടെ സൂചിപ്പിച്ചത് അജ്മീർ സുൽത്താൻ ഖാജാ തങ്ങളുടെ അനുസ്മരണം നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ റജബ് ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഖാജാ തങ്ങളെ കൊണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ ജനങ്ങളുടെയിലും സമാധാനവും സാഹോദര്യവും ഐക്യവും നീ നിലനിർത്തി തരണം അല്ലാഹ്. ഖാജാ തങ്ങളെ കൊണ്ട്, സൂഫി ഷഹീദ് തങ്ങളെ കൊണ്ട്, അഹ്സൻ സഖാഫ് തങ്ങളെ കൊണ്ട്, സർവമഹാന്മാരെ കൊണ്ട് ലോകത്ത് ഈ നിലനിൽക്കുന്ന ഈ മഹാമാരിയെന്ന കൊറോണ പൂർണ്ണമായിട്ടും നീ ഇല്ലായ്മ ചെയ്യണം അല്ലാഹ്. എത്രയോ ജനവിശ്വാസികൾ ഈ മഹത്തായ ദർബാറിലേക്ക് സങ്കടത്തോടെ, വിഷമത്തോടെ, ദുഃഖത്തോടെ വന്നവരുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്നലെ ഇവിടുത്തെ ഖത്മുൽ ഖുർആൻ ഇവിടെ നടക്കുന്ന സമയത്ത് അങ്ങകരെ മംഗലാപുരത്തിൽ നിന്ന് ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എരുമാട്ടിൽ ഉറൂസിന് വേണ്ടി ഇവിടെ എത്തിയതാണ്. എന്റെ ഉമ്മ കഴിഞ്ഞ വർഷം വളരെ വിഷമത്തോടെ, പ്രയാസത്തോടെ മംഗലാപുരം എന്നെപ്പോലെ ആശുപത്രിയിൽ ഐസിയുവിൽ കഴിയുകയാണ്. ബോധമില്ല, ഡോക്ടർമാർ കൈവിടിഞ്ഞു, ജീവൻ തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുമില്ലാതെ സങ്കടത്തോടെ ഞങ്ങൾ കുടുംബങ്ങൾ കണ്ണുനീരൊലിപ്പിച്ച് എന്നെപ്പോലെ ഹോസ്പിറ്റലിന്റെ ഐസിയുവിന്റെ പിന്നിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ യാസീൻ സൂക്തങ്ങൾ ഓതിക്കൊണ്ടിരിക്കുകയാ. ഉമ്മയുടെ റൂഹ് ഇപ്പം പിരിയുമെന്ന് ആ ഒരു വലിയ വിഷമത്തോടെ കഴിയുമ്പോ ഉമ്മ ഒരു മാസത്തോളം ബോധമില്ലാതെ അവിടെ കിടക്കുന്നു, വിഷമത്തിലാണ്. അങ്ങനെ ഞാൻ ആ ഉമ്മയുടെ മകൻ പറഞ്ഞു, ഞാൻ ഡോക്ടർമാരൊന്ന് ചെറിയൊരു റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് നിന്റെ ഉമ്മയെ കാണാൻ ഐസിയുവിലേക്ക് അനുമതി തരുമോ? അവര് സമ്മതിച്ചു. ഞാൻ ഇവിടത്തെ ഒരുപാട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് എന്റെ ഉമ്മയുടെ മുഖത്തേക്ക് ഞാൻ ഒന്ന് ഊതിയപ്പോൾ ഉമ്മ പെട്ടെന്നതാ ഉമ്മയുടെ ബോധം വരുന്നു. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു, എന്താണ് നീ ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, കൂർഗിന് കൊടകിന് സുൽത്താൻ ഇവിടെ എല്ലാ മതസ്ഥരും എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ ആശാകേന്ദ്രമായ ഒരുപാട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയതാണ്. ഉമ്മാക്ക് ബോധം വന്നു. ഞാൻ ആ സമയത്ത് തന്നെ എരുമാടിലേക്ക് എന്റെ ഉമ്മയെ തന്നെ ഇവിടത്തേക്ക് കൊണ്ടുവന്നു. ഇവിടത്തെ ഉറൂസിന്, ഇവിടത്തെ തബറുക്കിന് നൽകപ്പെടുന്ന മാംസത്തിലേക്ക് ഒരു ആട് നേർച്ചയാക്കി എന്റെ ഉമ്മയെ തന്നെ കൂട്ടി വരണം. ഇതാ എന്റെ ഉമ്മ എന്നോടൊപ്പം ഇതാ ഒരു ആടുമായിട്ട് ഇരുമാടിന്റെ തിരുമുറ്റത്തെത്തിയിട്ടുണ്ട്. ഉമ്മാക്കിപ്പോ ഒരു അനാരോഗ്യവുമില്ല, ഒരു അസുഖവുമില്ല. അന്ന് മുതൽ ഇന്നേ വരെ, ഇന്നലെയായി എന്നോട് സംസാരിച്ചത് സൂഫി ഷഹീദ് തങ്ങളെ മഖബറയിൽ വെച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉമ്മാക്ക് ഈ നിമിഷം വരെ ഒരു പ്രശ്നവും ഇല്ല. ഇത്രയും വലിയ കറാമത്ത് പച്ചയായ നിലക്ക് നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന ഈ രാജ്യത്തിലെ അതേ സുൽത്താനായ ബഹുമാനപ്പെട്ട ഖുതുബുസ് സമാൻ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വള്ളിയിലൂടെ എന്റെ ശബ്ദം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ മഹാന്മാരോടുള്ള മഹബ്ബത്ത്, സ്നേഹം നമ്മൾ വെക്കുക. അത് എങ്ങനെ ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? മഹാന്മാരുടെ പേരിൽ ദിവസേന ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ഹദിയ ചെയ്ത് മഹാന്മാരെ സ്നേഹിക്കാൻ, ആദരിക്കാൻ, മഹബ്ബത്ത് വെക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നാമൊക്കെ തയ്യാറാവണം. നാം ഒരിക്കലും തീക്കൊള്ളികൊണ്ട് തലചൊറിയാൻ പോകരുത്. മഹാന്മാരെ കൊണ്ട് നമ്മളെ കടിച്ചു പോകരുത്. അവര് നമ്മെ നിയന്ത്രിക്കുന്നു. അവര് നമ്മെ എല്ലാ സമയത്തും നമുക്ക് വേണ്ടി അവര് നുറും തർബിയത്തും മദതും ലഭിക്കണോ? ആ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുക. എല്ലാവരും മഹാന്മാരുടെ കാൽ കീഴിലേക്ക് വരാതിരിക്കുകയില്ല ഇൻഷാ അല്ലാഹ്. ആ മഹാന്മാരുടെ പേരിൽ ഇവിടെ
തബറുക്ക് വിതരണം ചെയ്യുന്നുണ്ട്. വളരെ അധബോടെ, വളരെ ബഹുമാനത്തോടുകൂടി നമ്മുടെ നിയമങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ച്, നമ്മൾ മാസ്ക് ധരിച്ച്, വളരെ അതേ ദൂരം പാലിച്ച് അച്ചടക്കത്തോടുകൂടെ ആ തബറുക്കിന്റെ ഭക്ഷണങ്ങൾ സ്വീകരിക്കാൻ വിശ്വാസികളെ എല്ലാവരും തയ്യാറാവണം. അത് വലിയ ബറക്കത്തുള്ള ഭക്ഷണമാണ്. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസ് നീ ഖബൂലാക്കണം. അല്ലാഹ് ഉറൂസിന് വേണ്ടി സഹായിച്ച, പ്രവർത്തിച്ച, അധ്വാനിച്ച ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ റഹ്മത്തും ബറക്കത്തും ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ തഅല്ലുമ, തഅലീമ, തദ്രീസ്, കച്ചവടത്തിന്, ബിസിനസ്സിൽ, ജോലിയിൽ, ഹറകാത്ത്, സകനാത്ത്, ഞങ്ങളെ മാതാപിതാക്കളിൽ, ഭാര്യ മക്കളിൽ, കൂട്ടുകുടുംബങ്ങളിൽ, ഞങ്ങളെ പള്ളികളിൽ, മദ്രസകൾ, ദീനി സ്ഥാപനങ്ങളിൽ, ഇവിടെ ഒരുമിച്ചുകൂടെ മുഴുവൻ മുഅ്മിൻ മഹാനായ സൂഫി ശൈഖ് തങ്ങളുടെ ഉറൂസിന് വന്ന് ഇതുവരെ വന്നവരും വരാനിരിക്കുന്നവരും എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റജബാണ്, ഞങ്ങൾക്ക് വലിയ ബറക്കാത്തുകൾ ചൊരിയണം അല്ലാഹ്. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് എല്ലാവിധ ബറക്കാത്തുകളും നൽകി പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം അല്ലാഹ്. മഹാമാരിയെന്ന കൊറോണ വൈറസ് പൂർണ്ണമായിട്ടും നീ ഇല്ലായ്മ ചെയ്യണം അല്ലാഹ്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം അല്ലാഹ്. എന്തോ ഉദ്ദേശം വെച്ചിട്ടാണോ ഇവിടെ ജനങ്ങൾ എത്തിയിട്ടുള്ളത്